Hi, hello, welcome to Master Key Academy. ഡയറി ഫാം ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്. നമുക്കറിയാം, നമ്മുടെ സിലബസ് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഫിസിയോളജി പാർട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏകദേശം 3 or 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻഡോക്രൈൻ സിസ്റ്റം. അതിൽ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത്, അല്ലേ? നമ്മുടെ എൻഡോക്രൈൻ ഓർഗൻസ് ഒക്കെ നമുക്കറിയാം. എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ സെക്രീറ്റിംഗ് ഹോർമോൺസ്, അല്ലേ? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഹോർമോൺസ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്നും വിളിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ എൻഡോക്രൈൻ ഓർഗൻസ് ആണ് ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അതുപോലെ തൈമസ് ഗ്ലാൻഡ്, പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആക്ട് ആസ് എ ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്? എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഫംഗ്ഷൻ. ഇത് രണ്ടും കാണിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ദെൻ കിഡ്നിയുടെ മുകളിലായിട്ട് കാണുന്ന അഡ്രീനൽ ഗ്ലാൻസ്. ദെൻ നമുക്കറിയാം ഇൻ മെയിൽസ് ടെസ്റ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഓവറി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്ലാൻസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഈ എൻഡോക്രൈൻ ഗ്ലാൻസിന് വരുന്ന ഡിസോർഡേഴ്സ്, അതാണ് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്. സോ ഇതാണ് നമ്മുടെ സിലബസ്. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ ആണ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. ഇതിൽ നോക്കിക്കുക, എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കോമൺ ഡിസോർഡേഴ്സ്. ഏതൊക്കെയാണ്? ഡ്വാർഫിസം, അക്രോമെഗാലി, ക്രെട്ടനിസം, ഗോയിറ്റർ, ഇക്സോതാൽമിക് ഗോയിറ്റർ, ഡയബറ്റീസ് ആൻഡ് അഡിസൺ ഡിസീസ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ ഈസ് ഡ്വാർഫിസം. ആ പേരിൽ തന്നെ ഉണ്ട് ഡ്വാർഫിസം. എന്താ സംഭവിക്കുന്നത് അവിടെ? റിട്ടാർഡേഷൻ, അല്ലെ? ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. ഗ്രോത്ത് റിട്ടാർഡേഷൻ. എന്തുകൊണ്ടാണ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകുന്നത്? അവിടെ എന്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും? ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. എന്താണ്? ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ വിച്ച് റിസൾട്ട്സ് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്. എന്തിന് കാരണമാകുന്നു? സ്റ്റണ്ടഡ് ഗ്രോത്തിന് കാരണമാകുന്നു. ആൻഡ് ഗ്രോത്ത് ഹോർമോൺ ആണ് ഡെഫിഷ്യൻ്റ്, അല്ലേ? ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞത് കാരണം പ്രോപ്പറായിട്ട് വളർച്ചയില്ലാത്ത അവസ്ഥ, അതാണ് ഡ്വാർഫിസം. സോ അത് ഏത് ഗ്ലാൻഡിൻ്റെ ആയിരിക്കും ഫംഗ്ഷൻ എഫക്ട് ചെയ്യുന്നത്? ഏത് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ നോർമലായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഈ ഡിസോർഡർ വരുന്നത്? ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് ഏത് ഹോർമോണാണ്? ഇറ്റ് ഈസ് എ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ ഒരു പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ്. സോ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻ്റ് ആകുന്ന അവസ്ഥ അതാണ് എന്ത്? ഡ്വാർഫിസം. അതൊരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോസെക്രീഷൻ, അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗ്രോത്ത് ഹോർമോണിന്റെ എന്താണ് ഹൈപ്പോ എന്ന് പറയുന്നത്? കുറവ്, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹൈപ്പോ ടെൻഷൻ, ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ, അല്ലേ? ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? കുറവ്. ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത കാരണം അവിടെ ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ കുറഞ്ഞു. ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഉണ്ടായില്ല. ഗ്രോത്ത് റിട്ടാർഡേഷൻ വന്നു, സ്റ്റണ്ടഡ് ഗ്രോത്ത്. ആ അവസ്ഥയാണ് ഡ്വാർഫിസം. എന്താണ്? ഡ്വാർഫിസം. അപ്പൊ ഡ്വാർഫിസം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഓർക്കണം? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അവിടെ വരുന്നത്. ഗ്രോത്ത് ഹോർമോൺ എന്തായി? ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു. സോ എന്ത് സംഭവിച്ചു? വളർച്ച ഇല്ലാണ്ടായി. സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ചു, അല്ലേ? സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. അതൊരു പിറ്റ്യൂട്ടറി ഡിസോർഡർ ആണെന്ന് ഓർത്തിരിക്കുക. പിറ്റ്യൂട്ടറി ഡിസോർഡർ. ദെൻ 2 types ഓഫ് ഡ്വാർഫിസം ഉണ്ട്. പ്രൊപ്പോർഷനേറ്റ് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഡ്വാർഫിസം. പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഡ്വാർഫിസം. ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റണ്ടഡ് ഗ്രോത്ത്. ആ വളർച്ചക്കുറവിലും ബോഡി പാർട്സ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പ്രൊപ്പോർഷനേറ്റ് ഡ്വാർഫിസം. ഇൻഡിവിജ്വലിന് ഇപ്പോൾ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സുള്ള ആൾക്ക്
ആ പ്രായത്തിൽ വേണ്ട ഹൈറ്റിനേക്കാളും വളർച്ച കുറവായിരിക്കും. എന്നിരുന്നാലും അവരുടെ ഫേസിൻ്റെ സൈസ്, അതുപോലെ ആംസ്, ലെഗ്, ഇതൊക്കെ എന്തായിരിക്കും, ആ ബോഡി സൈസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും കാണാം. ഇത്തരത്തിലുള്ള ഡ്വാർഫിസമാണ് പ്രൊപ്പോർഷനേറ്റ് ഡ്വാർഫിസം. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഡ്വാർഫിസം എന്ത് സംഭവിക്കും? ആവറേജ് ആ ബോഡി പാർട്സ് ആ ബോഡി സൈസിന് ആപ്റ്റ് ആയിട്ടായിരിക്കില്ല. ചിലപ്പോൾ സൈസ് കുറവാണെന്നുണ്ടെങ്കിലും ഫേസ് ഡെവലപ്മെൻറ്റും അതുപോലെ ആംസും ലെഗും ഒക്കെ അതിനേക്കാളും സൈസ് കൂടുതലായിട്ട് നമുക്ക് കാണാം. അതാണ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഡ്വാർഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, സം ആവറേജ് സൈസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സം ഷോർട്ടർ ദാൻ നോർമൽ പാർട്സ് ഓഫ് ദ ബോഡി. നെക്സ്റ്റ് ഒരു എൻഡോക്രൈൻ ഡിസോർഡർ ആണ് അക്രോമെഗാലി. എന്താണ്? അക്രോമെഗാലി. ഇതാണ് അക്രോമെഗാലി കണ്ടീഷൻ എന്ന് പറയുന്നത്. എ ഹോർമോണൽ ഡിസോർഡർ ഇൻ അഡൾട്ട്സ് കോസ്ഡ് ബൈ എക്സസ് ഗ്രോത്ത് ഹോർമോൺ. ഡ്വാർഫിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഡ്വാർഫിസം എന്തായിരുന്നു? ഗ്രോത്ത് ഹോർമോൺ കുറവ് കാരണം സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയ അവസ്ഥയാണ് ഡ്വാർഫിസം. ഇവിടെ അക്രോമെഗാലി, അക്രോ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വളരുകയാണ്. ഗ്രോത്ത് ഹോർമോണിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ്. എന്താ സംഭവിച്ചേ? ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. GH സെക്രീഷൻ എന്ന് പറഞ്ഞത് ഹൈപ്പർ ആയിരുന്നു. GH സെക്രീഷൻ ഈസ് ഹൈപ്പർ. എക്സസ് ആയിട്ട് ഗ്രോത്ത് ഹോർമോൺ, അപ്പോൾ വളർച്ച എന്ത് സംഭവിച്ചു? കൂടുതലായിട്ട് വളർന്നു. ഇതും അപ്പം എന്താണ്? പിറ്റ്യൂട്ടറി ഡിസോർഡർ ആണ്. ഒരേ ഹോർമോണിന്റെ രണ്ട് കണ്ടീഷൻ അല്ലേ? ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞ എന്ത് സംഭവിക്കും? ഡ്വാർഫിസം. ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ എന്ത് സംഭവിച്ചു? അക്രോമെഗാലി. ഇത് രണ്ടും എന്താണ്? ഒരു പിറ്റ്യൂട്ടറി ഡിസോർഡർ ആണ്. നെക്സ്റ്റ് ഈസ് ക്രട്ടനിസം. എന്താണ്? ക്രട്ടനിസം. ക്രട്ടനിസം ഈസ് എ തൈറോയിഡ് ഡിസോർഡർ. ക്രട്ടനിസം ഈസ് എ തൈറോയിഡ് ഡിസോർഡർ. നമുക്ക് എല്ലാവർക്കും അറിയാലേ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ്? നമ്മുടെ നെക്ക് റീജിയനിൽ കാണപ്പെടുന്ന ആ ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റിയാണ് എന്തിന് കാരണമാകുന്നത്? ക്രട്ടനിസം. ക്രട്ടനിസത്തിന് കാരണമാകുന്നത്. ക്രട്ടനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം. എന്താണ്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്രട്ടനിസം ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ഇവിടെ എന്താണ്? ഹൈപ്പോതൈറോയിഡിസം ആണ്. തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് എന്ത് സംഭവിച്ചു? തൈറോയിഡ് ഹോർമോൺസ് T4 T3 എന്നൊക്കെ പറഞ്ഞു വരുന്ന തൈറോയിഡ് ഹോർമോൺസ് തൈറോയിഡ് ഹോർമോൺസിന്റെ ഹൈപ്പോസെക്രീഷൻ എമൗണ്ട് കുറഞ്ഞു. ആ കണ്ടീഷൻ എങ്ങനെയാണ്? കോൺജനൈറ്റൽ ആണ്, ബൈ ബർത്ത് അങ്ങനെയായിരുന്നു. അതാണ് എന്തിന് കാരണമാണ്? ക്രിട്ടനിസം. നമുക്കിപ്പോൾ പലർക്കും നമ്മുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻസ് ഉണ്ട്. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം? തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കുറഞ്ഞു. അത് ഓവറോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനെ ഈ തൈറോയിഡ് ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ അത് ഒരു നമ്മുടെ ഹെൽത്തിനും മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. ഈ കണ്ടീഷൻ തന്നെ നമുക്ക് ബൈ ബർത്ത് ഉണ്ടാവുകയാണ്. അറ്റ് ദ ഇൻഫൻസി സ്റ്റേജ് ഓർ ദ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുകയാണ്. എങ്കിൽ ആ കണ്ടീഷനാണ് ക്രട്ടനിസം എന്ന് പറയുന്നത്. ക്രട്ടനിസം. സോ ക്രട്ടനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു തൈറോയിഡ് ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് ഹോർമോൺ കുറവായതിൻ്റെ പേരിൽ. ഏത് സമയത്ത്? ഇൻ ദ ഏർലി ചൈൽഡ്ഹുഡ് ഓർ ഇൻഫൻസി സ്റ്റേജ്. സിവിയർ തൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻസി ഇൻ ഇൻഫൻസി ഓർ ഏർലി ചൈൽഡ്ഹുഡ്. ഇറ്റ് വിൽ ലീഡ്സ് ടു ക്രട്ടനിസം. ആൻഡ് കോസസ് ഓഫ് ക്രട്ടനിസം ആയിട്ട് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് മ്യൂട്ടേഷൻ അഫക്റ്റിംഗ് തൈറോയിഡ് ഡെവലപ്മെൻറ്റ് ഓർ ഹോർമോൺ സിന്തസിസ്. തൈറോയിഡ് ഡെവലപ്മെൻറ്റിൻ്റെ, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനെയോ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ സിന്തസിസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും മ്യൂട്ടേഷൻസ്. അതുപോലെ അയഡിൻ ഡെഫിഷ്യൻസി, മെറ്റേണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡ്യൂറിങ് പ്രഗ്നൻസി കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകും. അതുപോലെ മെറ്റേണൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഇപ്പോൾ അമ്മയ്ക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് ഗോയിട്രോജൻസിനോടുള്ള എക്സ്പോഷർ, അതുപോലെ പുവർ അയഡിൻ അവൈലബിലിറ്റി, നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ അയഡിൻ്റെ എമൗണ്ട് കുറയുക, ഇതൊക്കെ എന്തിന് കാരണമാകും? ക്രട്ടനിസം അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡ് കണ്ടീഷൻസിന് കാരണമാകും. ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഗ്രോത്ത് റിട്ടാർഡേഷൻ, സ്റ്റണ്ടഡ് ഫിസിക്കൽ ഗ്രോത്ത്, അതുപോലെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ബോഡി ഫീച്ചേഴ്സ് ആയിരിക്കും. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കുറവായിരിക്കും. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതായത് മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ഒക്കെ ഉണ്ടാകും. അതുപോലെ ഫിസിക്കൽ സൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്രോഗ്ലോസിയ, ലാർജ് ടങ്ക് ആയിരിക്കും അവർക്ക്. അംബിലിക്കൽ ഹെർണിയ കാണാറുണ്ട്. ഹൈപ്പോട്ടോണിയ, മസിൽ ടോണൊക്കെ കുറവായിരിക്കും. പ്രൊലോങ്ഡ് ജോണ്ടിസ് ഇൻ ന്യൂ ബോൺസിലൊക്കെ ജോണ്ടിസ് കൂടുതലായിട്ട് കാണും. പഫി ഫേസ്,
കോസ് സ്കിൻ, ഡിലേഡ് ബോൺ മെച്യൂറേഷൻ ഒക്കെയാണ് ഇതിൻ്റെ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡിസോർഡറാണ് ഗോയിറ്റർ. ഗോയിറ്ററും എന്താണ്, ഒരു തൈറോയിഡ് ഡിസോർഡറാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇതും ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, ഡയറ്റിൽ അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ഹൈപ്പോതൈറോയിഡിസം ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് കോമൺലി കോൾഡ് ഗോയിറ്റർ. എന്താ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ? ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഡയറ്റിൽ അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത്, തൈറോയിഡ് ഹോർമോൺസ് കുറയും. അങ്ങനെ അത് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നതിന് കാരണമാകും. ആ കണ്ടീഷനാണ് ഗോയിറ്റർ, എക്സോതാൽമിക് ഗോയിറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഫ്രം ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സെൽസിനെയാണ് നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് വരുന്ന ഫോറിൻ സെൽസിനെയാണ് ആക്ച്വലി ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മുടെ തൈറോയിഡ് സെൽസിനെ എന്തായിട്ട് കരുതും? ഫോറിൻ ബോഡിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന് അഗെയിൻസ്റ്റ് ആൻറ്റിബോഡി സിന്തസൈസ് ചെയ്ത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ തൈറോയിഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. സോ നാച്ചുറലി എന്ത് സംഭവിക്കും? അവിടെ തൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻ്റ് ആകും. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് ഗ്രേവ്സ് ഓർ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഓർ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് വിളിക്കും. ഈ കണ്ടീഷനും എന്തിന് കാരണമാകും? ഗോയിറ്ററിന് കാരണമാകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ സിംറ്റംസ് എന്ന് പറയുന്നത് നെക്ക് സ്വെല്ലിംഗ് ഉണ്ടാകും, അതുപോലെ പ്രഷർ, സ്വാളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ചിലർക്കാണെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഹോസ്നെസ്, കഫൊക്കെ ഉണ്ടാകും. ആൻഡ് തൈറോയിഡ് ഫങ്ഷൻ ചേഞ്ച് ചെയ്യും. എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം ആയിട്ട് മാറും, ചിലരിൽ ഹൈപ്പർ തൈറോയിഡിസം ആവും. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു. തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ അവിടെ മെറ്റബോളിസം ആണ് സ്ലോ ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ക്ഷീണം, ഫറ്റീഗ്, അതുപോലെ മെറ്റബോളിസം കുറഞ്ഞതാവും, വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, കോൺസ്റ്റിപ്പേഷൻ, ഡ്രൈ സ്കിൻ ഒക്കെ അതിൻ്റെ സിംറ്റംസ് ആണ്. ഇഫ് ഇറ്റ് ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? അവിടെ തൈറോയിഡ് ഹോർമോൺ കൂടും. അതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കും വെയിറ്റ് ലോസ്, അതുപോലെ റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, സ്വെറ്റിങ്, ഇറിറ്റബിലിറ്റിക്കൊക്കെ കാരണമാകും. ആൻഡ് അനദർ വൺ ഈസ് എക്സോതാൽമിക് ഗോയിറ്റർ. എക്സോതാൽമിക് ഗോയിറ്റർ കണ്ടോ, ഇതാണ് എക്സോതാൽമിക് ഗോയിറ്ററിൻ്റെ ഗോയിറ്ററുള്ള ഒരാളുടെ പിക്ചർ എന്ന് പറയുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ തുറിച്ചായിരിക്കും ഇരിക്കുക. എക്സോപ്താൽമിക് ഗോയിറ്റർ. ഒപ്താൽമിക് എന്ന് പറഞ്ഞാൽ കണ്ണ്, അത് പുറത്തോട്ട് തള്ളി അല്ലെങ്കിൽ ഉന്തിയിരിക്കും. ഇതൊരു ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. ഇവിടെ എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യാണ് പുറത്തോട്ട്, പ്രൊട്രൂഷൻ ഓഫ് ദ, അത് എന്തിനൊക്കെ കാരണമാവും? തൈറോയിഡ് ഹോർമോൺസ് അവിടെ കൂടും, മെറ്റബോളിക് റേറ്റ് കൂടും, അതുകൂടാതെ പ്രൊട്രൂഷൻ ഓഫ് ദ ഐബോൾസ്, ഐബോൾസിൻ്റെ പ്രൊട്രൂഷൻ, ഐബോൾസിൻ്റെ പ്രൊട്രൂഷൻ, അതുപോലെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും, വെയിറ്റ് ലോസിനൊക്കെ കാരണമാകും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രേവ്സ് ഡിസീസ്. ഇത് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഗ്രേവ്സ് ഡിസീസ് എന്നുള്ള പേരിലും എക്സോതാൽമിക് ഗോയിറ്റർ അറിയപ്പെടുന്നുണ്ട്. അടുത്തൊരു ഡിസോർഡറാണ് ഡയബറ്റീസ്. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ അല്ലേ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് അല്ലേ, ഡയബറ്റീസ് മെലിറ്റസ്, അതുപോലെ തന്നെ ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇൻസുലിൻ എന്നൊക്കെ, ഇൻസുലിൻ എടുക്കാനൊക്കെ നമ്മൾ കേട്ടിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് മെലിറ്റസ്, ഇറ്റ് ഈസ് എ ക്രോണിക് കണ്ടീഷൻ. ഇതെവിടെയാണ് എഫക്ട് ചെയ്യാം? ഇൻസുലിൻ ഹോർമോണൊക്കെ ആരാ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കിക്കേ. ഇറ്റ് ഈസ് പാൻക്രിയാസ് അല്ലേ, പാൻക്രിയാസ്. അപ്പോൾ ഇതൊരു പാൻക്രിയാറ്റിക് ഡിസോർഡർ ആണ്, പാൻക്രിയാറ്റിക് ഡിസോർഡർ ആണ്. ഒരു പാൻക്രിയാറ്റിക് ഡിസോർഡർ ആണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക? ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടുള്ള അവസ്ഥ. ബ്ലഡ് ഷുഗർ എന്തായിരിക്കും? ഹൈ ആയിട്ടിരിക്കും. ഇറ്റ് റിമെയിൻസ് പെർസിസ്റ്റൻ്റ്ലി ഹൈ ഡ്യൂ ടു പ്രോബ്ലംസ് വിത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഓർ ആക്ഷൻ. ഇൻസുലിൻ പ്രൊഡക്ഷനിലുള്ള വ്യത്യാസം കാരണം അല്ലെങ്കിൽ ഇൻസുലിൻ ആക്ഷനിലുള്ള പ്രോബ്ലം കാരണം ബ്ലഡ് ഷുഗർ എപ്പോഴും എലിവേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ, എലിവേറ്റഡ് കണ്ടീഷനിലായിരിക്കും കാണുക. അതാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലേ, ഇങ്ങനെ ഇൻസുലിനോട് റെസ്പോൺസീവ് ആകാതിരിക്കുക അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് ബ്ലഡ് ഷുഗർ എലിവേറ്റ് ചെയ്യാനുള്ള കാരണമാകും. അങ്ങനെ ബ്ലഡ് ഷുഗർ എലിവേറ്റ് ചെയ്യുന്നതിനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിയ, എലിവേറ്റഡ് ബ്ലഡ് ഷുഗർ ഉള്ള കണ്ടീഷനാണ്
ഹൈപ്പർഗ്ലൈസിമിയ. 2 ടൈപ്പ് ഡയബറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. 2 ടൈപ്പ് ഡയബറ്റീസിൻ്റെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഇവിടെ നമുക്കറിയാം പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ആൽഫ സെൽസും ബീറ്റാ സെൽസും. അതിൽ ബീറ്റാ സെൽസ് ആണ് ആക്ച്വലി എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇൻസുലിൻ ആണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും? ടൈപ്പ് 1 ഈ ബീറ്റാ സെൽസിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കാരണം ഡിസ്ട്രക്ഷൻ നടക്കും. ആ ബീറ്റാ സെൽസ് ഒക്കെ നശിച്ചു പോകും. അങ്ങനെ ബീറ്റാ സെൽസ് നശിച്ചു പോയി ഇൻസുലിൻ ഉണ്ടാകുമോ? ഇൻസുലിൻ ബോഡിയിൽ കുറവായിരിക്കും ഉണ്ടാകുക. സോ ബ്ലഡ് ഷുഗർ നോർമലി എലിവേറ്റ് ചെയ്യും. ഇതാണ് ടൈപ്പ് 1 ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒബേസിറ്റി, വണ്ണം കൂടുക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കും. ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ വരും. അത് കാരണം ബ്ലഡ് ഷുഗർ കൂടും. ആ കണ്ടീഷനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കാണപ്പെടുന്ന ഒരു ഡയബറ്റീസ് ആണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ഫീഡിങ് മദറിൽ, അതുപോലെ പ്രഗ്നന്റ് ലേഡീസിലൊക്കെ ചില കണ്ടീഷനിൽ ഇതുപോലെ ബ്ലഡ് ഷുഗർ എലിവേറ്റ് ചെയ്യും. ആ കണ്ടീഷനാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. then അതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് യൂറിനിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുക, ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാർംഫുൾ കോമ്പൗണ്ട്സ് നോൺ ആസ് കീറ്റോൺ ബോഡീസ് ഒക്കെ ഫോം ചെയ്യും. ആൻഡ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഇൻസുലിൻ തെറാപ്പി. എന്താണ്? പേഷ്യൻസിന് പ്രോപ്പറായിട്ട് ഇൻസുലിൻ എടുക്കുകയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അഗെയിൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്നാണ് കൊടുത്തിരിക്കുക, നോക്കുക. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബീറ്റാ സെൽസ്. ഇത് യൂഷ്വലി ചൈൽഡ്ഹുഡ് സ്റ്റേറ്റിലൊക്കെ കാണാം. ആൻഡ് ഇറ്റ് റിക്വയർസ് ലൈഫ് ലോങ് ഇൻസുലിൻ തെറാപ്പി. കുഞ്ഞുങ്ങളിലൊക്കെ ഡയബറ്റീസ് വരാമെന്ന് കേൾക്കുമല്ലോ. അത് മെയിനായിട്ട് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ്. ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ്. ആൻഡ് മോസ്റ്റ് കോമൺ ഫോമാണ് ഈ ടൈപ്പ് 2 എന്ന് പറയുന്നത്. അത് ഒബേസിറ്റി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഫാമിലി ഹിസ്റ്ററി, ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ കാരണമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. നെക്സ്റ്റ് ഡിസോർഡറാണ് അഡിസൺസ് ഡിസീസ്. അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഏത് ഗ്ലാൻഡ്? അഡ്രീനൽ ഗ്ലാൻഡ്. നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡുമായിട്ട് റിലേറ്റ്, അല്ലെങ്കിൽ ഒരു അഡ്രീനൽ ഗ്ലാൻഡ് ഡിസോർഡറാണ് അഡ്രീനൽ എന്ന് ഓർത്തിരുത്താൽ മതി. അഡിസൺസ് ഒരു അഡ്രീനൽ ഗ്ലാൻഡ് ഡിസോർഡർ ആണ്. ഹിയർ എ റയർ എൻഡോക്രൈൻ ഡിസോർഡർ വേർ ദ അഡ്രീനൽ ഗ്ലാൻഡ്സ് ഫെയിൽ ടു പ്രൊഡ്യൂസ് ഇനഫ് കോർട്ടിസോൾ, ഓഫൺ ആൽഡോസ്റ്റിറോൺ. അവിടെ അഡ്രീനൽ ഗ്ലാൻഡിന് എന്ത് സംഭവിക്കുന്നു? അഡ്രീനൽ ഗ്ലാൻഡിൽ പല തരത്തിലുള്ള ഹോർമോൺ റിലീസ് നടക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ കോർട്ടക്സ് റീജിയൻ ഉണ്ട്, മെഡുലറി റീജിയൻ ഉണ്ട്. അവിടെ നിന്ന് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെയാണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ അഡിസൺസ് ഡിസീസിൽ ബോഡിക്ക് ആവശ്യത്തിനുള്ള കോർട്ടിസോൾ, എസ്പെഷ്യലി ആൽഡോസ്റ്റിറോൺ സെക്രീഷൻ എന്ത് സംഭവിക്കും? കുറയും, അല്ലെങ്കിൽ ഇല്ലാതാകും. ആ അവസ്ഥയാണ് അഡ്രീനൽ അല്ലെങ്കിൽ അഡിസൺസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഡിസൺസ് ഡിസീസ് എന്താ സംഭവിക്കുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ആൻ അഡ്രീനൽ ഗ്ലാൻഡ് ഡിസോർഡർ. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫറ്റീഗ്, വീക്ക്നെസ്, വെയിറ്റ് ലോസ്, അതുപോലെ സ്കിന്നിലൊക്കെ ആണെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിട്ട് വരും. ആൻഡ് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാകും. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാർഡിയോവാസ്കുലാർ നോക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയും. അതുപോലെ ഉപ്പൊക്കെ കഴിക്കാനായിട്ട് സോൾട്ട് ക്രേവിങ്സ് ഉണ്ടാകും. മെറ്റബോളിസം നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, ബ്ലഡ് ഷുഗർ കുറയും. അതുപോലെ ഹൈപ്പോനാട്രീമിയ, സോഡിയം കുറയുന്ന അവസ്ഥ. ഹൈപ്പർ കലീമിയ, പൊട്ടാഷ്യം കുറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഹൈപ്പർ കലീമിയ. എന്താണ് ഈ അഡിസൺസ് ഡിസീസ് കാരണം എന്ത് സംഭവിക്കും? ബ്ലഡ് ഷുഗർ കുറയും, അതുപോലെ ബ്ലഡ് സോഡിയം എമൗണ്ട് കുറയും, ആൻഡ് പൊട്ടാഷ്യത്തിൻ്റെ എമൗണ്ട് കൂടും. ഡിസോർഡേഴ്സ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാരണം, അല്ലെങ്കിൽ ഏത് ഗ്ലാൻഡിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. എന്തായാലും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്കിവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. എളുപ്പമുള്ള ടോപ്പിക്കാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.